നേന്ത്രപ്പഴം അവലും വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കാം. ഇതായിരിക്കും ഏറ്റവും നല്ലത്. ഒരെണ്ണം തന്നെ മതിയാവും. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം. ഇതിലോട്ട് 1 കപ്പ് അവൽ എടുക്കുന്നുണ്ട്. ഇത് പാനിലേക്ക് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 കപ്പോളം തേങ്ങ ചെരുകിയതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയും അവലും ഒരേ കപ്പിൽ തന്നെ മെഷർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങ ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. അവൽ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അവലൊക്കെ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി കിട്ടണം. അതുപോലെ തേങ്ങയും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. ആ ഒരു പരുവം ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഏത് തരം അവലും നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ല, അത്യാവശ്യം അവലൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങയുടെ നിറയ്ക്കൊന്ന് മാറി ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇത്ര തന്നെ മതിയാവും. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടി ശർക്കര ഒന്ന് ഒരുക്കിയെടുക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് തന്നെ മതി. നല്ല മധുരമുള്ള പഴമാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ 1/4 കപ്പ് വെള്ളം തന്നെ മതി, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. അപ്പോൾ നമ്മുടെ ശർക്കര പാനിയോടെ റെഡിയാണ്. ഇനി നമ്മൾ ആദ്യം വറുത്ത് വെച്ചില്ല അവലും തേങ്ങയും കൂടിയിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനി ഒന്ന് പൾസ് ചെയ്തെടുക്കാം. പൊടിഞ്ഞു പോരുത്, ഒന്ന് പൾസ് ചെയ്തെടുക്കുക, അത്ര മാത്രമേ വേണ്ടൂ. അപ്പോൾ കണ്ടില്ല, ഇതുപോലെ വേണം ആക്കിയെടുക്കാനായിട്ട്. 1 സെക്കൻഡ് മാത്രം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇതിനി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ജാറിലേക്ക് തന്നെ പഴം കൂടി അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നട്ട്സ് ചേർക്കാം. ഞാനിവിടെ കാഷ്നട്ടാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉണക്ക മുന്തിരിങ്ങയൊക്കെ ചേർക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒന്ന് നിറം മാറി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി പഴം നെയ്യിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് മാത്രം വഴറ്റിയെടുത്താൽ മതി. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി, തീ കൂട്ടി വെച്ച് ചെയ്യരുത്. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു അരിപ്പയിൽ കൂടെ അരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആദ്യം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പിരിഞ്ഞിരിക്കും. പക്ഷേ നമ്മളത് മിക്സ് ചെയ്യുന്നോറും നന്നായിട്ട് യോജിച്ച് കിട്ടും. പഴവും ശർക്കര പാനിയൊക്കെ നല്ലപോലെ തന്നെ യോജിച്ച് കിട്ടും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം, തീ കൂട്ടി വെക്കരുത്. നമ്മൾ ചെയ്ത് തീർക്കുന്നത് വരെ തന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ പഴത്തിൻ്റെ കഷ്ണമൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഇത്ര തന്നെ മതി കേട്ടോ, ഇതിൽ കൂടുതൽ നമ്മൾ നെയ്യ് ചേർക്കുന്നില്ല. അപ്പോൾ ആകെ ഒരു 1.5 സ്പൂൺ നെയ്യാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒന്ന് കട്ടിയായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന അവലും തേങ്ങയും കൂടി ചേർക്കുക. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർക്കാം. നല്ലൊരു ഫ്ലേവറും കിട്ടും. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് വെച്ചാൽ എല്ലാം കൂടി ചേർന്ന് ബോളായിട്ട് നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. കുറേ സമയമൊന്നും വേണ്ട കേട്ടോ, ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ടിത് ചേർന്ന് വരും. ഇത് കണ്ടില്ല, നമ്മളിത് മിക്സ് ചെയ്യുന്നോറും ഇതുപോലെ ചേർന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് വെച്ചാൽ എല്ലാം കൂടി ചേർന്ന് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ റെഡിയാണ്, നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ പ്ലേറ്റിലേക്ക് നെയ്യൊന്നും തടവി വെച്ചിട്ടില്ല കേട്ടോ, നേരിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഒട്ടി പിടിക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് കുറച്ചേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ 2-3 പഴമൊക്കെ ഉണ്ടെങ്കിൽ അളവ് കുറച്ച് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി കാഷ്നട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം കട്ട് ചെയ്യുകയാണ്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് സെറ്റായി കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കഴിക്കാനാണെങ്കിൽ അത്രയ്ക്കും ടേസ്റ്റിയാണ്, നല്ല ബർഫി പോലെ ഇരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ